ഇവിടെ ഉണ്ട്. ഓക്കെ ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പൊ SOMR എന്ന് പറഞ്ഞാൽ എന്താ? സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ ഗുണം, അതുകൊണ്ട് നമുക്ക് അഡ്വാൻറ്റേജ് എന്താ ഡിസ്അഡ്വാൻറ്റേജ് എന്താ നോക്കാം. അഡ്വാൻറ്റേജ് എന്താ? ഓർഗനൈസ്. ഇപ്പൊ ഈ റിപ്പോർട്ട്സുകളൊക്കെ നമ്മൾ കൂട്ടി സോഴ്സ് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ മേക്കിംഗ് ടു ഈസി ഡിസൈഡ് അസസ്മെന്റ്, ട്രീറ്റ്മെന്റ്, ഒബ്സർവേഷൻ, പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡഡ്. നമുക്ക് എല്ലാ ഫയൽ എടുക്കാനായിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റ് ആയാലും സെപ്പറേറ്റ് എവിടെ നിന്നുള്ള ഏത് പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിനായാലും നമ്മൾ ഈ ഫയലുകളൊക്കെ ഒരുമിച്ചായിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് എടുക്കാനായിട്ടും അസസ്മെന്റ് ചെയ്യാനും ട്രീറ്റ്മെന്റിലും ഒബ്സർവേഷൻ ഒക്കെ എടുക്കാനായിട്ട് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. അതൊരു ക്വാളിറ്റിയാണ്. അതൊരു ഫുള്ള് ഫസ്റ്റ് എന്താ? അതൊരു അഡ്വാൻറ്റേജ് ആണ് അല്ലെ? അത് നല്ല ക്വാളിറ്റിയാണ്, നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റണത്. ഇപ്പൊ വേറെ ഡിപ്പാർട്ട്മെന്റിൽ പോയ പേഷ്യന്റ് ആണെങ്കിലും ഈ പേഷ്യന്റ് ഇവിടെ വന്നെങ്കിലും അതിന്റെ റിസൾട്ട് നോക്കണം, അതിന്റെ ഇൻവെസ്റ്റിഗേഷൻസ്, അസസ്മെന്റ്, ട്രീറ്റ്മെന്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്തറിയാൻ പറ്റും? നമ്മൾ ഈ SOMR ഇതിലെ അറിയാൻ പറ്റും. പക്ഷെ ഇതിനൊരു ഡിസ്അഡ്വാൻറ്റേജ് കൂടി ഉണ്ട്. അതെന്താ നോക്കാം. അഡ്വാൻറ്റേജ് ആണ് നമ്മൾ പറഞ്ഞത്. ഡിസ്അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു. എന്താ നമ്മൾ പറഞ്ഞു? നോട്ട് പോസിബിൾ ടു റാപ്പിഡ് ഡിസൈഡ് ഓൾ ദ പേഷ്യന്റ് പ്രോബ്ലംസ്, ട്രീറ്റ്മെന്റ് ബീയിങ് ഗിവൺ എ പേഷ്യന്റ് ഗിവൺ ടൈം, ഡാറ്റ, ദ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് അറേഞ്ച്ഡ് സെക്ഷൻസ് അക്കോർഡിംഗ്. എന്ന് വെച്ചാൽ എന്താ? പേഷ്യൻസിന് എന്തെങ്കിലും പ്രോബ്ലംസ്, ട്രീറ്റ്മെന്റിന് എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കും, അതൊരു സെപ്പറേറ്റ് ഡാറ്റ ടൈം കൊടുക്കും. അതിന് ഓരോ പേഷ്യൻസിന് എന്താ ഗിവൺ ഡാറ്റ, സെപ്പറേറ്റ് ഡാറ്റ കൊടുക്കും. ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാ അറേഞ്ച് ചെയ്യണത്? പല സെക്ഷൻ ആയിട്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ? പ്രോബ്ലംസ് ഓഫ് പേഷ്യൻസ് ഇന്റഗ്രേറ്റഡ് ടൈം സീക്വൻസ് എന്ന് വെച്ചാൽ എന്താ? നമുക്ക് പെട്ടെന്ന് അത് വേഗത്തിൽ പേഷ്യൻസിന്റെ കാര്യങ്ങളും ട്രീറ്റ്മെന്റ് ആയാലും അത് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. അതിന് ഓരോ ടൈം കൊടുക്കുന്നത് സെപ്പറേറ്റ് ആയിരിക്കും. അപ്പൊ പേഷ്യൻസിന്റെ പ്രോബ്ലംസിനനുസരിച്ച് നമ്മൾ ആ ടൈം ഷെഡ്യൂൾ ചെയ്യുമ്പോൾ എങ്ങനെ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഡാറ്റ സെപ്പറേറ്റ് ആണ് ക്രമീകരിച്ചേക്കണേ. ഡാറ്റ എങ്ങനെയാ? അതിന്റെ ഡാറ്റ SOMR സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ ഡാറ്റ ക്രമീകരിച്ചേക്കണത് എങ്ങനെ? സെപ്പറേറ്റ് വിഭാഗങ്ങളായിട്ടാണ്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ എന്താ? അങ്ങനെ ആ ഡാറ്റ സെപ്പറേറ്റ് നിൽക്കുമ്പോൾ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്കൊരു നിശ്ചിത സമയത്ത് ആ കറക്റ്റ് രോഗിയുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പറ്റില്ല. അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ഇതിന്റെ ഡാറ്റ സെപ്പറേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പേഷ്യൻസിന്റെ എല്ലാ പ്രശ്നങ്ങളും പ്രോബ്ലംസും ചികിത്സയൊക്കെ പെട്ടെന്ന് നമുക്ക് ആ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ കറക്റ്റ് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഡിസ്അഡ്വാൻറ്റേജ്. ഇനി POMR നമുക്ക് നോക്കാം. POMR എന്താ? പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളുടെ പേരാണ് ലോറൻസ് എൽവീഡ്. ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്തേ? ലോറൻസ് എൽവീഡ്. പ്രൊവൈഡ് എന്തെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഡോക്യുമെന്റേഷൻ ടു റിഫ്ലക്ട് ലോജിക്കൽ തിങ്കിങ് ഓൺ ദ പാർട്ട് ഓഫ് ദ ഫിസിഷ്യൻ കൺട്രോളിംഗ് ദ കെയർ ഓഫ് ദ പേഷ്യന്റ്. എന്താ പറഞ്ഞേ? നമ്മളെ രോഗിക്ക് കെയർ കൊടുക്കുകയാണ്, പേഷ്യൻസിന് കെയർ കൊടുക്കുകയാണ്. അത് ആരുടെ കൺട്രോളാണ്? ഫിസിഷ്യന്റെ കൺട്രോളിലാണ് കൊടുക്കുന്നത്. പക്ഷെ അത് നമ്മൾ ആലോചിക്കാതെ പെട്ടെന്ന് എടുത്ത് നമുക്ക് പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മളൊരു പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ ആ പേഷ്യൻസിനെ നമ്മൾ നല്ലോണം ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യും. എന്നിട്ട് സിസ്റ്റമാറ്റിക് മെത്തേഡ് എങ്ങനെ നമ്മൾ കൊടുക്കാം? സിസ്റ്റമാറ്റിക് മെത്തേഡോടുകൂടി ലോജിക്കലായിട്ട് തിങ്ക് ചെയ്തിട്ട് ആ ഫിസിഷ്യന്റെ കൺട്രോളിലാണ് നമ്മൾ പേഷ്യൻസിന് കെയർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ സിസ്റ്റമാറ്റിക് ആയിട്ട് ഉപയോഗിക്കുക. സിസ്റ്റമാറ്റിക് കൺട്രോൾ അണ്ടർലൈൻ ചെയ്തിടാം. പ്രൊവൈഡ് നമ്മള് POMR എങ്ങനെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണേ? സിസ്റ്റമാറ്റിക് മെത്തേഡില് ലോജിക്കൽ തിങ്കിങ് ഓൺ ദ പാർട്ട് ഓഫ് ഫിസിഷ്യൻ കൺട്രോളിംഗ് ദ കെയർ ഓഫ് ദ പേഷ്യന്റ്. അണ്ടർലൈൻ ചെയ്യാ. എല്ലാവരും അണ്ടർലൈൻ ചെയ്താ? നമ്മള് ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് ഇവിടെ വേഗം പറഞ്ഞു തരുന്നത് നമ്മൾക്ക് ചാപ്റ്റർ എടുത്ത് തീരണം. ഓക്കെ, കുറെ ദിവസമായില്ലേ നമ്മൾ ഈ മെഡിക്കൽ റെക്കോർഡ് വെച്ചുകൊണ്ടിരിക്കണേ, നമുക്ക് തീർക്കണ്ടേ? ഓക്കെ, ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളുടെ പേര് അണ്ടർലൈൻ ചെയ്യാം. ലോറൻസ് എൽവീഡ്. അണ്ടർലൈൻ ചെയ്താ? ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാ? ലോറൻസ് എൽവീഡ്. അണ്ടർലൈൻ ചെയ്യാ. ഓക്കെ, നെക്സ്റ്റ് അത് പ്രൊവൈഡ്. ഇത് എങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? അതിന്റെ ട്രീറ്റ്മെന്റ് സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഡോക്യുമെന്റേഷൻ വഴി. എന്നിട്ട് ലോജിക്ക് തിങ്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഫിസിഷ്യന്റെ കൺട്രോൾഡ് ദ കെയർ ഓഫ് ദ പേഷ്യന്റ്. ഫിസിഷ്യന്റെ കൺട്രോൾഡ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താ? The physician explain, follow each clinical problem individually and organize them for solution. എന്താ?
നമ്മള് ഡോക്ടർ ഫിസിഷ്യൻ പേഷ്യന്റിനെ നോക്കണ ഫിസിഷ്യൻ എന്താ ഓരോ ക്ലിനിക്കൽ പ്രോബ്ലംസും ക്ലിനിക്കൽ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താ പേഷ്യൻസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആരോഗ്യപരമായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ബ്ലഡിൽ എന്തെങ്കിലും പ്രോബ്ലം കണ്ടു സ്കാൻ ചെയ്തപ്പോഴാണ് പേഷ്യൻസിന് ഇന്റേണൽ ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലം കാണുന്നത് അപ്പൊ അങ്ങനെ ക്ലിനിക്കൽ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പേഷ്യൻസിന് ആര് എക്സ്പ്ലെയിൻ ചെയ്യണം ഫിസിഷ്യൻ വ്യക്തിപരമായിട്ട് ഇൻഡിവിജ്വലി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണം അതുപോലെ തന്നെ ഫോർ സൊല്യൂഷൻ എന്താ അതിന്റെ പരിഹാരം കാണാൻ വേണം അപ്പൊ ഓരോ ക്ലിനിക്കൽ പ്രോബ്ലം എന്തെങ്കിലും ക്ലിനിക്കൽ പ്രോബ്ലം ആ പേഷ്യൻസിന് ഉണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം പിന്നെ എന്ത് ചെയ്യണം ഫോളോ അപ്പ് നമ്മൾ ആ പേഷ്യൻസിനെ പിന്നീട് ഫോളോ അപ്പ് ഡെയിലി ഇന്ന് പേഷ്യൻസിനെ നാളെ അങ്ങനെ ആ പേഷ്യൻസിനെ ഡെയിലി ഫോളോ അപ്പ് എടുക്കാം എന്നിട്ട് അതിന്റെ പരിഹാരത്തിനായിട്ട് നമ്മൾ അവരെ എന്ത് ചെയ്യാ ഓർഗനൈസ് ചെയ്യാം പരിഹാരം ചെയ്താൽ മാറിക്കോളും കുഴപ്പമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പേഷ്യൻസിനെ പറഞ്ഞ് ഓർഗനൈസ് ചെയ്യിപ്പിക്കാം മനസ്സിലായ POMR പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ കാര്യമാണ് നമ്മൾ പറയണത് ഓക്കെ നമ്മൾ എന്താ പറഞ്ഞേ പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആള് ലോറൻസ് എൽവീഡ് അണ്ടർലൈൻ ചെയ്യാ പ്രൊവൈഡ് ചെയ്യുന്നത് സിസ്റ്റമാറ്റിക് മെത്തേഡിൽ ഫിസിഷ്യൻ കൺട്രോൾ ആയിട്ട് കെയർ ഓഫ് ദ പേഷ്യന്റ് പിന്നെന്താ ഫിസിഷ്യൻ എക്സ്പ്ലെയിൻ ചെയ്യണം ഫോളോ അപ്പ് ചെയ്യണം എങ്ങനെ ആ പ്രോബ്ലംസ് ഇൻഡിവിജ്വൽ ആയിട്ട് വ്യക്തിപരമായിട്ട് ചെന്നിട്ട് പേഷ്യൻസിനോട് പറഞ്ഞ് അതിന്റെ ക്ലിനിക്കൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ഓക്കെ പിന്നെന്താ ബേസിക് പാർട്ട് ഓഫ് POMR പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്താണ് ബേസിക് പാർട്ട് നമ്മൾ പറഞ്ഞു പ്രോബ്ലംസ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താ ജനറലി 4 പാർട്ട് ഉണ്ട് പൊതുവായിട്ട് ഇതിന് എത്ര പാർട്ട് ഉണ്ട് 4 പാർട്സ് ഒന്നാമത്തെ ഡാറ്റാബേസ് ഡാറ്റ ആയിട്ട് ബന്ധപ്പെട്ടത് അപ്പൊ അതിലെല്ലാം ഡാറ്റ ആയിട്ടായിരിക്കും വരുന്നത് രണ്ടാമത്തെ പ്രോബ്ലം ലിസ്റ്റില് പ്രോബ്ലംസ് മാത്രം ഉണ്ടാവുള്ളൂ ആരുടെ പ്രോബ്ലംസ് ആ പേഷ്യൻസിന്റെ ഉണ്ടാവും പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേഷന്റെ പ്രോബ്ലംസ് ഉണ്ടാവും അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് അതാണ് പ്രോബ്ലംസ് ലിസ്റ്റ് ഇനീഷ്യൽ പ്ലാൻസ് പിന്നെന്താ എന്തെങ്കിലും പദ്ധതികൾ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടെങ്കിൽ ആ അതിനെ കുറിച്ച് അതിന്റെ ഇനീഷ്യൽ പ്ലാൻസ് പിന്നെ പ്രോഗ്രസ് നോട്ട് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് പുരോഗതി ഉണ്ട് അങ്ങനെ എന്തെങ്കിലുമുള്ള പ്രോഗ്രസ് നോട്ട് ഈ 4 എണ്ണത്തിനെ ബേസ് ചെയ്താണ് POMRന്റെ കാര്യം നമുക്ക് നോക്കാം ബേസിക് പാർട്സ് ഓഫ് POMR 4 പാർട്സ് ഉണ്ട് ഡാറ്റാബേസ് പ്രോബ്ലം ലിസ്റ്റ് ഇനീഷ്യൽ പ്ലാൻസ് ആൻഡ് പ്രോഗ്രസ് നോട്ട് ഡാറ്റാബേസ് നോക്കാൻ എന്താണോ ഓക്കെ അല്ലേ എല്ലാവരും ഇവിടെ തന്നെ ഇല്ലേ ഓക്കേണാ ഓക്കെ എന്താണ് ഡാറ്റാബേസ് നോക്കാം നമുക്ക് എന്താ ഡാറ്റാബേസ് minimum set of data to be got on every patient that include chief complaint present illness patient profile and associated social data past history and review of system physical examinations of different contents and baseline laboratory data ഇത്രയും കാര്യങ്ങൾ ഡാറ്റാബേസിൽ ഉണ്ടാവും നമ്മൾ പറഞ്ഞു POMRന്റെ 4 പാർട്ട് ഉണ്ട് അതിൽ ഒന്നാമത്തെ പാർട്ടാണ് ഡാറ്റാബേസ് ആ ഡാറ്റാബേസിൽ മിനിമം എന്താ ആ ഡാറ്റാബേസിൽ നമ്മള് പ്രധാനപ്പെട്ട ഡാറ്റാബേസിൽ എന്തെന്നാ ഉണ്ടാവാ പ്രധാനമായിട്ട് ചീഫ് കംപ്ലൈന്റ് ഉണ്ടാവും മെയിൻ ആയിട്ട് പ്രധാനപ്പെട്ട ഒരു പരാതി ചീഫായ ഒരു പരാതി പേഷ്യന്റ് വെറുതെ വരുമോ ഹോസ്പിറ്റലില് പേഷ്യന്റിന് വേറെ വീട്ടിലാ വേറെ എവിടെയെങ്കിലും വല്ല പരാതി ഇവിടെ വന്ന് പറയോ ഇല്ല ഇവിടെ പേഷ്യന്റ് എന്ത് പരാതി കൊണ്ടായിരിക്കും എന്നത് പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിന് അല്ലേ വേറെ എന്റെ വീട്ടിൽ അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല എന്നുള്ള പരാതി കൊണ്ട് ഹോസ്പിറ്റലിൽ വരുമോ ഇല്ല ഒരു പേഷ്യന്റ് ഒരാള് ഹോസ്പിറ്റലിൽ വരുന്നത് എന്തിനാ ടൂർ പോകാനായിട്ട് ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമോ ഇല്ല അപ്പൊ നമ്മൾ ചീഫ് കംപ്ലൈന്റ് ആ പേഷ്യന്റിന്റെ മെയിൻ ആയിട്ടുള്ള കംപ്ലൈന്റ് എന്തിനാണ് അവർ വന്നത് പ്രസന്റ് ഇൽനെസ് ആ സമയത്ത് അവരുടെ ആരോഗ്യം എങ്ങനെയുണ്ട് അവർക്ക് വല്ല രോഗമുണ്ടാ പ്രസന്റ് ആ സമയത്തുള്ള പ്രസന്റ് ഇൽനെസ് കറണ്ട് പേഷ്യന്റ് പിന്നെന്താ ട്രീറ്റ്മെന്റ് പേഷ്യന്റ് പ്രൊഫൈല് എന്താ പേഷ്യന്റ് പ്രൊഫൈൽ എന്ന് വെച്ചാ നമ്മള് രോഗിയുടെ കാര്യങ്ങള് ഫുൾ ഡീറ്റെയിൽ നമ്മള് പ്രൊഫൈൽ എന്ന് വെച്ചാൽ എന്താ ഇപ്പൊ നമ്മൾ ഫേസ്ബുക്കിൽ നമ്മുടെ പ്രൊഫൈൽ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും എന്താ നമ്മുടെ വയസ്സ് നമ്മുടെ വീട് എവിടെ നമ്മുടെ ഫ്രണ്ട്സ് ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് ആ ഒരു പ്രൊഫൈൽ നോക്കിയാൽ ഫുള്ള് കിട്ടും
അതുപോലെ തന്നെ പേഷ്യൻസിന് ഒരു പ്രൊഫൈൽ ഉണ്ടാവും. ആ ഹോസ്പിറ്റലിൽ വന്നു അവർ അസുഖം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചാർട്ട് എടുക്കുമ്പോൾ അതിൽ എന്തുണ്ടാവും? ഫുൾ ഡീറ്റെയിൽ ഉണ്ടാവും. ആൻഡ് അസോസിയേറ്റഡ് സോഷ്യൽ ഡാറ്റ, പാസ്റ്റ് ഹിസ്റ്ററി, റിവ്യൂ ഓഫ് സിസ്റ്റം. അവര് വന്നു, അവരെ കുറിച്ച് അന്വേഷിച്ചു, എല്ലാ കാര്യങ്ങളും എഴുതി. പാസ്റ്റ് ഹിസ്റ്ററി, അവരെ മുമ്പ് അവരെന്തായിരുന്നു, അവർക്ക് അങ്ങനെ ഈ അസുഖങ്ങൾ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങള്. റിവ്യൂ, അതിന്റെ വിവരണങ്ങൾ. പിന്നെന്താ? ഫിസിക്കൽ എക്സാമിനേഷൻ, അവർക്ക് എന്തെങ്കിലും ശാരീരികമായിട്ട് പരിശോധന നടത്തിയിട്ടുണ്ടോ? ഡിഫൈൻ കണ്ടന്റ്, ബേസ് ലൈൻ ലാബ് റിപ്പോർട്ട്സ്, ലാബറട്ടറി, അങ്ങനെയുള്ള ഫുൾ ഡാറ്റകൾ. ഇതെല്ലാം എന്താണ്? ഫീഡ് ചെയ്ത് വെച്ചേക്കാം ഡാറ്റാബേസ്. ഓക്കെ, ഇതൊക്കെ ഫീഡ് ചെയ്ത് വെച്ചതാണ് ഡാറ്റാബേസ്. ഒന്നുമില്ല, പ്രധാന പരാതി, നിലവിലെ അവരുടെ അസുഖം, രോഗിയുടെ പ്രൊഫൈല്, പിന്നെ അനുബന്ധമായ കാര്യങ്ങള്, പിന്നെന്താ അവരുടെ ഹിസ്റ്ററി, പാസ്റ്റ് മുൻകാലത്തെ ഹിസ്റ്ററി, പിന്നെ സിസ്റ്റങ്ങളുടെ അവലോകനം, പിന്നെന്താ ശാരീരിക പരിശോധന, പിന്നെ ലാബറട്ടറി ഡാറ്റ. ഏറ്റവും ഇങ്ങനെ ഓരോ രോഗിക്കും ഓരോ സെപ്പറേറ്റ് ഡാറ്റ വീതം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതാണ് ഡാറ്റാബേസ്. നെക്സ്റ്റ് പ്രോബ്ലം ലിസ്റ്റ്. എന്താ പ്രോബ്ലം ലിസ്റ്റ്? അതിൽ ഫുൾ പ്രോബ്ലംസ് ആയിരിക്കും. പ്രോബ്ലം ലിസ്റ്റിൽ എന്തായിരിക്കും? പ്രോബ്ലം ആയിരിക്കും. ഇറ്റ് കണ്ടെയ്ൻ ഫോം പ്ലേസ്ഡ് ഇൻ ദ ഫ്രണ്ട് ഓഫ് ദ റെക്കോർഡ്. ആ റെക്കോർഡിന്റെ ഫസ്റ്റ് ഫ്രണ്ട് ഭാഗത്ത് തന്നെയാണ് ആ ഫോം ഉള്ളത്. ഏത് ഫോമാ? പ്രോബ്ലംസിനുള്ളത്. ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻ ഓൺ എ ഫോം പ്ലേസ്ഡ് ഇൻ ദ, എവിടെ ഇരിക്കണേ? ഫ്രണ്ട് ഓഫ് ദ റെക്കോർഡ്. റെക്കോർഡിന്റെ ഫ്രണ്ട് വശത്ത് തന്നെയാണ് പ്രോബ്ലംസിന്റെ ഫോം ഇരിക്കുന്നത്. എന്താ നോക്കാം നമുക്ക് പ്രോബ്ലംസ്. Problems are anything that need management or diagnostic workup, including medical, social, economic and demographic problem, past and present. എന്താ പ്രോബ്ലംസ് ആണ് അവർക്ക്? എല്ലാ പ്രോബ്ലംസ് ആണ്. എനിത്തിങ്, എല്ലാ പ്രോബ്ലംസും. നീഡ് മാനേജ്മെന്റ് ആൻഡ് ഡയഗ്നോസ്റ്റിക് വർക്ക്മെന്റ് എന്ന് വെച്ചാൽ മാനേജ്മെന്റിന് ആവശ്യമുള്ളതും രോഗത്തിൻ്റെതായ ഡയഗ്നോസ്റ്റിക് എന്ന് വെച്ചാൽ എന്താ? രോഗം കണ്ടുപിടിക്കല്, രോഗനിയന്ത്രണം, അതിലെന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? മെഡിക്കല്, സോഷ്യല്, എക്കണോമിക്, ഡെമോഗ്രാഫിക് പ്രോബ്ലം, പാസ്റ്റ് ആൻഡ് പ്രസന്റ്. ഇത്രയും കാര്യങ്ങള് പ്രോബ്ലംസിലുണ്ട്. അപ്പൊ മാനേജ്മെന്റിന്റെയും ഡയഗ്നോസ്റ്റിക് വർക്കപ്പിന്റെ ഒക്കെ കാര്യങ്ങൾ, മാനേജ്മെന്റ് ഹോസ്പിറ്റലില് അത് മെഡിക്കൽ പരമായിട്ട്, സോഷ്യൽ പരമായിട്ട്, എക്കണോമിക് പരമായിട്ട്, പ്രോബ്ലംസ് കഴിഞ്ഞു പോയത്, ഇപ്പൊ നടക്കുന്നത്, അങ്ങനെ എല്ലാ പ്രോബ്ലംസും പ്രോബ്ലംസ് ലിസ്റ്റിലുണ്ട്. ഈ പ്രോബ്ലംസ് ലിസ്റ്റിന്റെ ഫസ്റ്റ് ഫോം ആണ് എവിടെ? ഫ്രണ്ട് ഓഫ് ദ ഫ്രണ്ടില്, റെക്കോർഡിന്റെ ഫസ്റ്റ് ഫ്രണ്ട് ഭാഗത്താണ്. ഫ്രണ്ടില്, ഫ്രണ്ട് ഓഫ് ദ റെക്കോർഡ്, അവിടുത്തെ ഫോമാണ്. പിന്നെന്താ? മാനേജ്മെന്റിന്റെയും ഡയഗ്നോസ്റ്റിക് വർക്കപ്പിന്റെയും സോഷ്യൽ, എക്കണോമിക്സ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. നെക്സ്റ്റ് എന്താ? ലിസ്റ്റ് മസ്റ്റ് ഫോം ദ പ്രോബ്ലംസ് അറ്റ് ദ ലെവൽ ഓഫ് ദ ഫിസിഷ്യൻസ്, പിന്നെ ഓപ്പറേഷൻസ് ഓഫ് ദ പർട്ടിക്കുലർ പ്രോബ്ലം. എന്താ പറഞ്ഞേ? ഒരു പ്രത്യേക പ്രശ്നത്തെ, എന്താ പറഞ്ഞത്? ഒരു പ്രത്യേക പ്രശ്നത്തെ കുറിച്ചുള്ള ഫിസിഷ്യന്റെ പ്രോബ്ലംസ്, ഒരു പ്രത്യേക പ്രോബ്ലം പേഷ്യൻസിന്റെ ആ ഒരു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ആർക്ക്? പേഷ്യൻസിന്. അപ്പൊ ഫിസിഷ്യൻസിന്റെ എന്താ? ഒരു പർട്ടിക്കുലർ പ്രത്യേക പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പേഷ്യൻസിന് എന്താ? ായിരിക്കും, ആശങ്കാതലം. അപ്രൻഷൻ എന്ന് വെച്ചാൽ എന്താ? അത് ആശങ്കാ ലെവൽ എന്ന് വെച്ചാൽ ടെൻഷനായിട്ട് ആ പ്രശ്നങ്ങള് ലിസ്റ്റിൽ നമ്മള് സ്ഥിരീകരിക്കണം. ഒരു പ്രത്യേക പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മൾ വിചാരിക്കില്ല പേഷ്യൻസിന് ഇന്ന അസുഖമാണ്, സാധാരണ പോലെ അസുഖമല്ല, അതല്ലാതെ സ്പെഷ്യലായിട്ട് ആ പേഷ്യന്റിന് വേറെ വല്ല ക്യാൻസർ ഒക്കെ ആണെങ്കിൽ എന്താ? അതൊരു പ്രത്യേകതാണ്, പർട്ടിക്കുലർ ഡിസീസ് ആണ്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക അസുഖങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഫിസിഷ്യന്റെ ഒരു പ്രോബ്ലംസ് അതൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യും. ഈ പേഷ്യന്റിന് ഇങ്ങനെയാണ്, നമ്മൾ ടെസ്റ്റ് ചെയ്ത പോലെ അല്ല പേഷ്യന്റിന്, അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ലിസ്റ്റ് ഇതിൽ വരും, പ്രോബ്ലം ലിസ്റ്റിൽ വരും. അതൊക്കെ എന്തിൽ വരും? പ്രോബ്ലം ലിസ്റ്റ്. ലിസ്റ്റ് മസ്റ്റ് ഫോം ദ പ്രോബ്ലംസ് അറ്റ് ദ ലെവൽ ഓഫ് ഫിസിഷ്യൻസ്, അപ്രൻഷ്യൻസ് ഓഫ് പർട്ടിക്കുലർ പ്രോബ്ലം. എന്തെങ്കിലും നമ്മൾ വിചാരിക്കാത്തതുപോലെ പേഷ്യൻസിന്റെ ആണെങ്കിൽ ഫിസിഷ്യനായിട്ട് ബന്ധപ്പെട്ടത് ആരായിരിക്കും? പേഷ്യന്റ് ആയിരിക്കും. അപ്പൊ എന്തെങ്കിലും പേഷ്യൻസിന് വേറെ ഇഷ്യൂസ്, വേറെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊരു സെപ്പറേറ്റ് ആയിട്ട് ഈ പ്രോബ്ലം ലിസ്റ്റിൽ വരും. നമ്മളിപ്പോ പറയണത് എന്താ? പ്രോബ്ലംസ് ലിസ്റ്റിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയണത്. ഇറ്റ് കണ്ട് പ്രോബ്ലം ലിസ്റ്റിൽ ഫസ്റ്റ് തന്നെ ഫ്രണ്ട് ഓഫ് ദ റെക്കോർഡിൽ വരും ഫസ്റ്റ് ഫോം.
പിന്നെന്താ അതിന്റെ ഫോം ഫ്രണ്ട് ഓഫ് ദ റെക്കോർഡ് ആണ്. പിന്നെ അതില് മാനേജ്മെന്റിന്റെയും ഡയഗ്നോസ്റ്റിക് വർക്കപ്പിന്റെയും മെഡിക്കൽ സോഷ്യൽ എക്കണോമിക് ആയ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. പിന്നെ ആ ലിസ്റ്റിൽ വരുന്നത് പ്രധാനപ്പെട്ട ഫിസിഷ്യന്റെ എന്തെങ്കിലും ആശങ്കാപരമായ പേഷ്യൻസിന് എന്തെങ്കിലും പർട്ടിക്കുലർ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തും. പിന്നെന്താ പ്രോബ്ലം ലിസ്റ്റ് മേ കണ്ടെയ്ൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് അബ്നോർമൽ ഫൈൻഡിങ്. പിന്നെന്താ ഫിസിയോളജിക് ഡിറ്റക്ഷൻ ഓഫ് സ്പെസിഫിക് ഡയഗ്നോസ്റ്റിക്. എന്താ പറഞ്ഞേ? എന്തെങ്കിലും അസാധാരണമായിട്ട് അബ്നോർമൽ ആയിട്ട് കണ്ടുപിടുത്തുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഡോക്ടർമാരെ ആ ഒരു ആശങ്കാകുഴപ്പത്തിലാക്കണത്. പേഷ്യന്റിന് എന്തെങ്കിലും പെട്ടെന്ന് ഓർക്കാപ്പുറത്തായിരിക്കും നമ്മൾ ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഡോക്ടർ പോലും വിചാരിക്കാണ്ടായിരിക്കും പെട്ടെന്ന് ഒരു റിസൾട്ടിൽ പേഷ്യന്റിനെ കുറിച്ച് കണ്ടത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് കുറിപ്പെഴുതണം എന്ന് പറഞ്ഞു. അത് എഴുതി വെക്കണം ലിസ്റ്റിൽ. അതുപോലെ തന്നെ പ്രോബ്ലം ലിസ്റ്റിൽ കണ്ടെയ്നായി ഉൾപ്പെടുത്തണം എന്തെന്നാ അബ്നോർമൽ ഫൈൻഡിങ്, സാധാരണ അല്ലാത്ത അസാധാരണമായ എന്തെങ്കിലും കണ്ടുപിടുത്തം. പിന്നെ ഫിസിയോളജി ഡിറ്റക്ഷൻ ഓഫ് സ്പെസിഫിക് ഡയഗ്നോസ്റ്റിക്സ്, എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ആ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ, ഒരു പ്രത്യേക രോഗനിർണയം നമ്മൾ പ്രത്യേകമായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ലിസ്റ്റിൽ എഴുതണം. അബ്നോർമൽ ഫൈൻഡിങ്, ഫിസിയോളജിക് ഡിറ്റക്ഷൻ ഓർ സ്പെസിഫിക് ഡയഗ്നോസ്റ്റിക്സ്. നിങ്ങൾക്ക് ഇപ്പൊ ക്വസ്റ്റ്യൻസിന് ചോദിക്കും, അണ്ടർലൈൻ ചെയ്തിട്ടോ. സ്പെസിഫിക് ഡയഗ്നോസ്റ്റിക്സ് അല്ലെങ്കിൽ അബ്നോർമൽ ഫൈൻഡിങ് ഏത് ലിസ്റ്റിൽ എഴുതും? ഏത് ലിസ്റ്റിൽ എഴുതും? ഏത് ലിസ്റ്റിൽ എഴുതും? പ്രോബ്ലം ലിസ്റ്റില്. ഡാറ്റാബേസിൽ എഴുതോ? പിഒമാറിൽ എഴുതോ? ഏതാ? പ്രോബ്ലം ലിസ്റ്റിൽ എഴുതണം. നമ്മൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതാ? പ്രോബ്ലം ലിസ്റ്റിലാണ്. അപ്പൊ അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. അബ്നോർമൽ ഫൈൻഡിങ്ങും ഫിസിയോളജിക് ഡിറ്റക്ഷൻ അല്ലെങ്കിൽ സ്പെസിഫിക് ഡയഗ്നോസിസ് എവിടെ എഴുതും? പ്രോബ്ലം ലിസ്റ്റ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്താ? അണ്ടർലൈൻ ചെയ്തോ? ഞാൻ സ്പീഡിൽ എടുത്ത് പോകുമ്പോഴാണ് ഈ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പറയണത്. അണ്ടർലൈൻ ചെയ്താ? നിങ്ങൾ ആരും ഇവിടെ ഇല്ലേ? ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് എന്താ? Additions and changes are made in the list since new problems are identified and active problems resolved. എന്താ? നമ്മൾ എന്തെങ്കിലും പ്രോബ്ലംസ്, പുതിയ എന്തെങ്കിലും പ്രോബ്ലംസ് അത് തിരിച്ചറിഞ്ഞു. അതിനെ നമ്മൾ എന്ത് ചെയ്തു? തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ന്യൂ പ്രോബ്ലംസ് ആർ ഐഡന്റിഫൈ. പുതിയ പ്രോബ്ലം നമ്മൾ തിരിച്ചറിഞ്ഞു. ആൻഡ് ആക്റ്റീവ് പ്രോബ്ലംസ്, പുതിയ പ്രോബ്ലം തിരിച്ചറിഞ്ഞു. പഴയ പ്രോബ്ലം, പഴയ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സോൾവ് ചെയ്തു. ആ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്തതും, അഡീഷൻസ് ആഡ് ചെയ്തത്, എന്തെങ്കിലും പുതിയ പ്രോബ്ലം ആഡ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം പഴയ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ കറക്റ്റ് ആ ലിസ്റ്റിൽ ചേഞ്ച് ചെയ്യണം, മാറ്റി എഴുതണം, മാറ്റണം. ഓക്കെ, അതാ പറയണേ. അഡീഷൻസ് ആൻഡ് ചേഞ്ചസ് ആർ മേഡ് ഇൻ ദ ലിസ്റ്റ് സിൻസ് ന്യൂ പ്രോബ്ലംസ് ഐഡന്റിഫൈഡ്. പുതിയ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തതും പഴയ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സോൾവ് ആയതും നമ്മൾ അഡീഷൻ ചെയ്യാൻ വേണം. അതിനോടൊപ്പം തന്നെ അത് ചേഞ്ച് ചെയ്ത് വെക്കണം, അതും ലിസ്റ്റിൽ എഴുതണം. പിന്നെന്താ? പ്രോബ്ലംസ് ആർ മാർക്ക്ഡ് ഡ്രോപ്പ്ഡ് റിസോൾവ്. എന്താ? പ്രോബ്ലംസ് ഒഴിവാക്കിയതായും പരിഹരിച്ചതായും നമ്മൾ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. പ്രോബ്ലംസ് പരിഹരിച്ചതായും ഒഴിവാക്കിയതായും നമ്മൾ അങ്ങനെ എന്തുണ്ടെങ്കിൽ അതും നമ്മൾ മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ 5 കാര്യങ്ങളാണ്, 6 കാര്യങ്ങളാണ് പ്രോബ്ലംസ് ലിസ്റ്റിൽ വരുന്നത്. ഫസ്റ്റ്, അതിന്റെ ഫോം എവിടെ കിടക്കണേ? ഫ്രണ്ട് ഓഫ് ദ റെക്കോർഡ്. ഓക്കെ, നെക്സ്റ്റ് എന്താ? അതിന്റെ കാര്യങ്ങൾ നീഡ് മാനേജ്മെന്റും ഡയഗ്നോസ്റ്റിക് വർക്ക്ഷോപ്പ്, അവരുടേതായ മെഡിക്കൽ സോഷ്യൽ എക്കണോമിക് അങ്ങനത്തെ ഉള്ള പ്രോബ്ലംസ് എല്ലാം അതിലുണ്ടായിരിക്കണം. പിന്നെ എന്തുണ്ടായിരിക്കണം? പേഷ്യൻസിന്റെ, ഫിസിഷ്യൻസിന്റെ, ലെവൽ ഓഫ് ദ ഫിസിഷ്യൻസിന്റെ അപ്രൻഷൻസ് ഓഫ് പർട്ടിക്കുലർ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്പം അവിടെ ഉറപ്പിക്കണം, അവിടെ എഴുതണം. പിന്നെന്താ? പ്രോബ്ലം ലിസ്റ്റിൽ അബ്നോർമൽ ആയിട്ട് എന്തെങ്കിലും കണ്ടുപിടുത്തുണ്ടെങ്കിലും പിന്നെ സ്പെസിഫിക് ഡയഗ്നോസ്റ്റിക് എന്തെങ്കിലും ഉണ്ടെങ്കിലും അതും നമ്മള് ലിസ്റ്റില് രേഖപ്പെടുത്തണം. പിന്നെ പുതിയ പ്രോബ്ലം ഉണ്ടായതും പഴയ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അഡീഷൻ ചെയ്യാൻ വേണം, അതിനോടൊപ്പം തന്നെ ചേഞ്ച് ചെയ്ത് എഴുതണം. പിന്നെ പ്രോബ്ലംസ് ഒഴിവാക്കിയതായും പരിഹരിച്ചതായും നമ്മൾ രേഖപ്പെടുത്തണം. ഓക്കെ, അതാണ് പ്രോബ്ലംസ് ലിസ്റ്റിലുള്ളത്. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ. പ്രോബ്ലംസ് ലിസ്റ്റ് വായിച്ചു നോക്കിയേ.
ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുക്കട്ടെ, ഇനീഷ്യൽ പ്ലാൻസ് എടുക്കട്ടെ. ഓക്കെ ഓക്കെ, ഇനീഷ്യൽ പ്ലാൻസ് എന്താ? ഇനീഷ്യൽ പ്ലാൻസ് it explains what will be done to learn about the patient's condition, treat the condition and instruct the patient about the condition. എന്താ പറഞ്ഞേ? നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. രോഗിയുടെ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ? ലേൺ മോർ അബൌട്ട് പേഷ്യന്റ് കണ്ടീഷൻ, പേഷ്യൻസിന്റെ കണ്ടീഷൻ, പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ് ചെയ്യണതിന്റെ കണ്ടീഷൻ, ഇൻസ്ട്രക്ട് ദ പേഷ്യന്റ് അബൌട്ട് ദ കണ്ടീഷൻ. എന്താ? പേഷ്യൻസിന്റെ അവസ്ഥകൾ അറിയാനും രോഗാവസ്ഥയെ ചികിത്സിക്കുന്ന രോഗിക്ക് നിർദ്ദേശം കൊടുക്കണം. നമ്മള് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. പേഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്യണേ? പരിശോധിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുക്കണം. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കണം. ഇറ്റ് എക്സ്പ്ലെയിൻ എന്താ? ലേൺ മോർ അബൌട്ട് ദ പേഷ്യന്റ് കണ്ടീഷൻ, പേഷ്യൻസിന്റെ ആ കണ്ടീഷൻസ്, രോഗിയുടെ അവസ്ഥയെ കുറിച്ച് കൂടുതൽ അറിയാനും പിന്നെന്താ രോഗാവസ്ഥയെ ചികിത്സിക്കാനും. പേഷ്യൻസിന്റെ അവസ്ഥയെ കുറിച്ച് നമ്മൾക്ക് അറിയണം, അതനുസരിച്ച് നമ്മൾക്ക് ട്രീറ്റ്മെന്റ് നടത്തണം. ഓക്കെ, അതാ പറഞ്ഞത്. പേഷ്യൻസിന്റെ ഇറ്റ് എക്സ്പ്ലെയിൻ നമ്മൾ വിശദീകരിച്ചു കൊടുക്കണം. പേഷ്യൻസിന്റെ അപ്പോഴത്തെ അവസ്ഥ കണ്ടീഷൻ എന്നെ കുറിച്ചും അതിനെ ട്രീറ്റ്മെന്റ് ചെയ്യണതിനെ കുറിച്ചും പിന്നെന്താ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനെ കുറിച്ചും ഇൻസ്ട്രക്ട് ദ പേഷ്യന്റ് അബൌട്ട് കണ്ടീഷൻ, പേഷ്യൻസിന്റെ ആ കണ്ടീഷനെ കുറിച്ച് നമുക്ക് എന്ത് നിർദ്ദേശം കൊടുക്കാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ എന്താ? കണ്ടീഷൻ ഡൗട്ടഡ് ഓർ നോട്ട് ടു ബി റൂൾഡ് ഔട്ട് ആർ നോട്ടഡ് ഇൻ ദ ഇനീഷ്യൽ പ്ലാൻ. എന്താ പറഞ്ഞേ? എന്താ? നമുക്ക് എന്തെങ്കിലും സംശയിക്കുന്നതോ ഡൗട്ട് ആയതോ ആയ, അല്ലെങ്കിൽ ഏതാ ഡൗട്ട് ആയതോ നോട്ട് ബി റൂൾഡ് നമ്മൾ തള്ളിക്കളഞ്ഞ, ഔട്ട് ആർ നോട്ടഡ് ഇൻ ദ ഇനീഷ്യൽ പ്ലാൻ, അങ്ങനെയുള്ള എന്തെങ്കിലും അവസ്ഥ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇനീഷ്യൽ പ്ലാൻ ഈ പദ്ധതിയിൽ ഇനീഷ്യൽ പ്ലാനിൽ ഉൾപ്പെടുത്തണം. എന്താ പറഞ്ഞേ? കണ്ടീഷൻസ് ഡൗട്ടഡ്, നമുക്ക് എന്തെങ്കിലും സംശയമായിട്ട് എന്തെങ്കിലും സംശയാസ്പദമായിട്ട് നോട്ട് ടു ബി റൂൾഡ് ഔട്ട് ആർ നോട്ടഡ് ഇൻ ഇനീഷ്യൽ പ്ലാൻ. റൂൾഡ് എന്ന് വെച്ചാൽ തള്ളിക്കളയാം. എന്തെങ്കിലും തള്ളിക്കളഞ്ഞതോ ആയ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ അതെന്ത് ചെയ്യണം? ഇനീഷ്യൽ പ്ലാനിൽ ഉൾപ്പെടുത്തണം. ഇതൊക്കെ ഇനീഷ്യൽ പ്ലാനിൽ എന്താണ്? പ്രാരംഭ പദ്ധതികള്. ഇനീഷ്യൽ പ്ലാൻ എന്ന് വെച്ചാൽ എന്താ? പ്രാരംഭ പദ്ധതികൾ. പ്രാരംഭ പദ്ധതികളിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഫസ്റ്റ് പറഞ്ഞത് പേഷ്യൻസിന്റെ കണ്ടീഷൻ, അതിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. നമ്മൾ അതിനെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെന്താ അതിന് നമ്മൾ എന്ത് ഇൻസ്ട്രക്ഷൻ കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണം. അതൊന്നാമത്തെ. ഇതൊക്കെ ഇവിടെ തന്നെ ഇനീഷ്യൽ പ്ലാൻസിൽ അണ്ടർലൈൻ ചെയ്തിട്ടോ. ട്രീറ്റ് ദ കണ്ടീഷൻ, ഇൻസ്ട്രക്ട് ദ പേഷ്യന്റ് അബൌട്ട് കണ്ടീഷൻ. ഓക്കെ, നെക്സ്റ്റ് എന്താ? പേഷ്യന്റിന്റെ അവസ്ഥയൊക്കെ അറിഞ്ഞു, സംശയപ്പെട്ട ഡൗട്ടായി, ഇങ്ങനെ നമ്മൾ തള്ളിക്കളഞ്ഞു പേഷ്യൻസിനെ. എങ്ങനെ നമ്മൾ ആലോചിക്കുകയാണ്, ഈ പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ എടുക്കണോ, രക്ഷപ്പെടോ? നമ്മൾ ചോദിക്കും. ഈ പേഷ്യന്റ് ഭയങ്കര സീരിയസ് ആയിട്ട് വരെയാണ്. ചില ഹോസ്പിറ്റലുകാർ സീരിയസ് ആയ പേരെ നിങ്ങൾ അവിടെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ് മടക്കും അല്ലേ? ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ ചില പേഷ്യൻസിന് എന്ത് ചെയ്യും? കണ്ടീഷൻസ് ഡൗട്ടഡ് നോട്ട് ടു ബി റൂൾഡ് ആർ നോട്ടഡ് ഇൻ ദ ഇനീഷ്യൽ പ്ലാൻ. ആ പ്ലാനിൽ നമ്മൾ ചെയ്യണം. ഈ പേഷ്യന്റിനെ ഇവിടെ എടുക്കാൻ പറ്റുമോ? ഈ പേഷ്യന്റ് എടുത്താൽ രക്ഷപ്പെടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾക്കറിയാൻ പറ്റും പേഷ്യന്റിനെ കാണുമ്പോൾ തന്നെ. അപ്പൊ നമ്മൾ എടുക്കണില്ല, പേഷ്യന്റിനെ നേരെ നമ്മൾ മടക്കിയാണ് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? അത് കറക്റ്റ് ആയിട്ട് അവിടെ ഇനീഷ്യൽ പ്ലാനിൽ രേഖപ്പെടുത്തണം. കണ്ടീഷൻ ഡൗട്ടഡ്, ആ പേഷ്യൻസിന്റെ കണ്ടീഷൻ നമുക്ക് സംശയമാണ്, രക്ഷപ്പെടോ, ഡൗട്ടാണ്. നോട്ട് ടു ബി റൂൾഡ്, ഇതിന് എടുക്കണോ, തള്ളിക്കളയണോ? ഐ എം നോട്ടഡ് ഇൻ ദ ഇനീഷ്യൽ പ്ലാൻ. നമ്മൾ അത് ഇനീഷ്യൽ പ്ലാനിൽ കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, മൂന്നാമത് എന്താ പറഞ്ഞേ? സ്പെസിഫിക് പ്ലാൻസ് ഫോർ ഈച്ച് പ്രോബ്ലം കാറ്റഗറി ഇൻടു മോർ ഇൻഫർമേഷൻ ഫോർ ഡയഗ്നോസ്റ്റിക്സ് മാനേജ്മെന്റ്. എന്താ പറഞ്ഞേ? ഓരോ പ്രോബ്ലംസിനും പ്രത്യേക പ്ലാനും വേണം. പിന്നെന്താ? രോഗനിർണയ മാനേജ്മെന്റ് ഉള്ള കൂടുതൽ വിവരമായിട്ട് തരംതിരിക്കണം. നമ്മൾ പറഞ്ഞു സ്പെസിഫിക് പ്ലാൻ വേണം. ഓരോ പ്രശ്നത്തിനും ഓരോ പ്രോബ്ലംസിനും പ്രത്യേക പ്ലാനും വേണം. അതുപോലെ തന്നെ ഇവർക്ക് കൂടുതൽ ഇൻഫർമേഷൻ, മോർ ഇൻഫർമേഷൻ വേണം, കൊടുക്കണം. വേണ്ടേ? എന്തിനാ കൂടുതൽ ഇൻഫർമേഷൻ കൊടുക്കണത്? എന്തിനാ?
രോഗനിർണയ മാനേജ്മെന്റ്, രോഗനിർണയ മാനേജ്മെന്റിന്റെ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ അപ്പൊ ഇവർക്ക് നമ്മൾ എന്ത് കൊടുക്കണം? സ്പെഷ്യൽ നമ്മൾ ഇതൊക്കെ ഇനീഷ്യൽ പ്ലാൻസിൽ വന്നാണ്. ഇനീഷ്യൽ പ്ലാൻസ് ഈച്ച് പ്രോബ്ലം, ഓരോ പ്രോബ്ലംസിന് നമ്മൾ മോർ ഇൻഫർമേഷൻ, ഒരുപാട് ഇൻഫർമേഷൻ കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാ? ഡയഗ്നോസ്റ്റിക് മാനേജ്മെന്റ്, രോഗനിർണയിക്കുന്ന മാനേജ്മെന്റിന് വേണ്ടിയിട്ട്. ഓക്കെ പിന്നെ എന്താ കൊടുക്ക? തെറാപ്പി, തെറാപ്പി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡ്രഗ്സ് ഓഫ് പ്രൊസീജിയർ ആൻഡ് ഗോൾസ്, എന്തെങ്കിലും തെറാപ്പി ഉണ്ടെങ്കിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ്, മരുന്നുകളുടെ സ്റ്റേറ്റ്മെന്റ്, അതിന്റെ പ്രൊസീജിയേഴ്സ്, അതെങ്ങനെ നേടി, എങ്ങനെ കൊടുത്തു, ഗോൾസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇനീഷ്യൽ പ്ലാൻസിൽ ആഡ് ചെയ്യണം. ലാസ്റ്റ് എന്താ? പേഷ്യന്റിന്റെ എഡ്യൂക്കേഷൻ. ലാസ്റ്റ് എന്താ? പേഷ്യന്റിന്റെ എഡ്യൂക്കേഷൻ. അണ്ടർലൈൻ ചെയ്തിടാം. പേഷ്യന്റിന്റെ എഡ്യൂക്കേഷൻ അണ്ടർലൈൻ ചെയ്യാം. നിങ്ങളോട് ചോദിക്കും പേഷ്യന്റിന്റെ എഡ്യൂക്കേഷൻ വിച്ച് ഇൻക്ലൂഡ് ഏത് പ്ലാൻ, ഏത് പ്ലാനിലാണ്? വിച്ച് ഇൻക്ലൂഡിംഗ് പ്ലാൻ, ഏത് പ്ലാനാ? ഇനീഷ്യൽ പ്ലാൻ. പേഷ്യന്റ് എഡ്യൂക്കേഷൻ ഏതാ? ഇനീഷ്യൽ പ്ലാൻ. അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ ഓക്കേടാ? ഒന്ന് വായിച്ചു നോക്കിയ 5 പോയിന്റ് വേഗം, 2 മിനിറ്റ് 5 പോയിന്റ് ഒന്ന് വായിച്ചേ. 5 പോയിന്റ് വേഗം ഒന്ന് വായിച്ചേ. എന്താ പോയിന്റ് 5 എണ്ണം? നമ്മൾ ഇനീഷ്യൽ പ്ലാനിൽ എന്ത് 5 പോയിന്റ് ആണ് ഉൾപ്പെടുത്തുക പറഞ്ഞത്? ഓക്കെ ഇനീഷ്യൽ പ്ലാൻസിൽ ഉൾപ്പെടുത്തുന്ന 5 പോയിന്റ് കിട്ടിയാ? കിട്ടി. ഓക്കെ 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 നെക്സ്റ്റ് പ്രോഗ്രസ് നോട്ട്. പ്രോഗ്രസ് നോട്ടിൽ എന്തൊക്കെ വേണം? പ്രോഗ്രസ് നോട്ടിൽ ഒന്നുമില്ല. ഫോളോ അപ്പ് ഫോർ ഈച്ച് പ്രോബ്ലം. ഓരോ പ്രോബ്ലത്തിനും നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ അപ്പ് എടുക്കണം. അവരെ പോയി പിന്തുടർന്ന് ഫോളോ അപ്പ് എടുക്കാം. ഈച്ച് നോട്ട് പ്രൊസീഡ് ബൈ ദ നമ്പർ, ടൈറ്റിൽ ഓഫ് ആഫ്റ്റർ പ്രോബ്ലം ആൻഡ് കണ്ടെയ്ൻ. എന്താ? നമ്മൾ ഓരോന്നും ഇങ്ങനെ തയ്യാറാക്കിയാണ്. ഈച്ച് നോട്ട്, ഓരോ നോട്ടും തയ്യാറാക്കി പേഷ്യന്റിന്റെ അടുത്ത് ചെന്നു. എന്തെടുത്തു? ഫോളോ അപ്പിന് ചെന്നു. അപ്പൊ അവർ ഓരോ നോട്ട് എടുത്തിട്ട് അതിന് ഓരോ നമ്പർ കൊടുക്കണം. അതുപോലെ തന്നെ ടൈറ്റില്, അതിന് ശരിയായ രീതിയിൽ, ആ പ്രോബ്ലംസിന് ശരിയായ രീതിയിൽ ടൈറ്റിലും കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതില് എന്തുണ്ടായിരിക്കണം? ടൈറ്റിൽ കൊടുക്കണം. സോപ്പ് എന്ന് വെച്ചാൽ എന്താ? എന്താ? ഫുൾ ഫോം എഴുതിയിടാ. സോപ്പിന്റെ അടിയിൽ ഫുൾ ഫോം എഴുതിട്ടോ. സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് അസസ്മെന്റ് പ്ലാൻ, SOAP, സോപ്പ്. ഫുൾ ഫോം എഴുതിടാ. SOAP ഫുൾ ഫോം എഴുതിടാ. എന്താ? സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് അസസ്മെന്റ് ആൻഡ് പ്ലാൻ. ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം. പ്രോഗ്രസ് നോട്ടിൽ ഒന്നുമില്ല. ഓരോ പ്രോബ്ലത്തിനും പോയി നമ്മൾ ഫോളോ അപ്പ് എടുക്കാം. ഈ ഫോളോ അപ്പ് എടുക്കുന്നതിന് ഓരോന്നിനും ഓരോ നമ്പർ കൊടുക്കുക, ടൈറ്റിൽ കൊടുക്കുക. അത്രേ ഉള്ളൂ. നമ്പർ കൊടുക്കുക, ടൈറ്റിൽ കൊടുക്കുക. ആപ്റ്റായ ഓരോ പ്രോബ്ലത്തിനും ഓരോ ടൈറ്റിൽ. ഓക്കെ ആപ്റ്റായത് ഈ പ്രോബ്ലത്തിന് ഈ ടൈറ്റിൽ കറക്റ്റ് ചെയ്ത്. ഇതെന്തിനാ? നമുക്ക് മനസ്സിലാവാൻ. പിന്നീട് ഫയൽ റെക്കോർഡ് എടുക്കുമ്പോൾ നമ്മൾ പ്രോബ്ലംസ്, ഈ പേഷ്യന്റിന്റെ പ്രോബ്ലംസ് ഒക്കെ എടുക്കുമ്പോൾ അതേ പ്രോബ്ലംസിന്റെ ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ ടൈറ്റിൽ മാത്രം നോക്കിയാൽ മതി. അല്ലെങ്കിലോ മൊത്തം വായിച്ചു നോക്കണം പേഷ്യൻസിന്റെ പ്രശ്നം അറിയണമെങ്കിൽ. അപ്പൊ അതിന് കറക്റ്റ് ആയ ആപ്റ്റായ ടൈറ്റിൽ കൊടുക്കണം. അതിലെന്തടങ്ങിയിരിക്കണം? സോപ്പ് അടങ്ങിയിരിക്കണം. സോപ്പ് എന്ന് വെച്ചാൽ സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ്, പിന്നെന്താ? അസസ്മെന്റ്, പിന്നെ പ്ലാൻ. ഇത്രയും കാര്യങ്ങൾ അതിലടങ്ങിയിരിക്കണം. ഓക്കെയാണോ? പ്രോഗ്രസ് നോട്ട് ഒന്നുമില്ല. ഫോളോ അപ്പ് ചെയ്യാം. അതിനൊപ്പം ടൈറ്റിൽ കൊടുക്കാം. പിന്നെന്താ? നമ്പർ കൊടുക്കാം. പിന്നെ അതിൽ മെയിൻ അടങ്ങിയിരിക്കുന്നത് സോപ്പ്, SOAP. ഓക്കെ ഓക്കെയാണോ? ഓക്കെ നെക്സ്റ്റ് സോപ്പ് എന്താ നോക്കാം നമുക്ക്. SOAP. The process of proceeding not എന്താ? Any or all of the following elements. എന്താ? എന്തെങ്കിലും എല്ലാ ഘടകങ്ങളും ഒരു കുറിപ്പിന് മുമ്പായിട്ട് നോട്ട് ചെയ്യണം. ഫോളോയിങ് എലമെന്റ്. ദ പ്രോസസ് പ്രൊസീഡ് ചെയ്യും. എന്തെന്നാ?
ഓൾ ദ ഫോളോയിങ് എലമെന്റ്, ആ ഫോളോയിങ്ങിലുള്ള എല്ലാ എലമെന്റിനും എന്തൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തേന് സബ്ജക്റ്റീവ്. സബ്ജക്റ്റീവ് സിംപ്റ്റോമാറ്റിക് ആണ്. സിംപ്റ്റോമാറ്റിക് എന്ന് വെച്ചാൽ ലക്ഷണങ്ങൾ. നമ്മളൊരു പേഷ്യന്റ് പറയുന്നതിന് മുമ്പ് എന്തെങ്കിലും പറഞ്ഞ് ലക്ഷണങ്ങളൊക്കെ പറയുമ്പോ തന്നെ നമുക്ക് ഊഹിക്കും ഈ പേഷ്യന്റിന് ഇതാണ് അസുഖം എന്ന്. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങക്ക്? മനസ്സിലാവുന്നുണ്ടോ? എല്ലാവരും ഇവിടെ ഇല്ലേ? എല്ലാവരും? ഓക്കെ. ബുദ്ധിമുട്ടുണ്ടോ ഞാനിങ്ങനെ എടുക്കണേല്? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഓക്കെ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് ഞാൻ പറയുമ്പോൾ അത് അണ്ടർലൈൻ ചെയ്തിടുന്നോണ്ടാ, മറക്കരുത്. പിന്നെ ക്ലാസ് എടുത്തില്ല, ടീച്ചർ പറഞ്ഞത് മനസ്സിലായില്ല എന്ന് പറയരുത്. നമ്മള് ഇനീഷ്യൽ പ്ലാൻസിൽ ഇമ്പോർട്ടന്റ് നമ്മൾ എവിടം വരെയും പറഞ്ഞു. പ്രോബ്ലംസിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ താങ്ക് യു. നമ്മള് ക്വസ്റ്റ്യൻസ് ഇതിലൊന്നും ഒരു ക്വസ്റ്റ്യൻസും ഇല്ല. ഇതിലുണ്ട് കേട്ടോ, ഇതിൽ വരും. ഇതിൽ അണ്ടർലൈൻ ചെയ്തിട്ടോ. നീഡ് മാനേജ്മെന്റിന്റെ സോഷ്യല് അത് ഏത് പ്രോബ്ലംസിലാ വരാന്നുള്ളത്. എക്കണോമിക് അല്ലെങ്കിൽ ഡെമോഗ്രാഫിക് പ്രോബ്ലംസ് ഏതെങ്കിലും ഒരെണ്ണേ വരുള്ളൂ. ഡെമോഗ്രാഫിക് അല്ലെങ്കിൽ മെഡിക്കൽ അതൊക്കെ ഏത് പ്രോബ്ലംസിൽ വരും എന്ന് ചോദിക്കുക. പിന്നെ അബ്നോർമൽ ഫൈൻഡിങ്, പിന്നെ ഫിസിയോളജി ഡിറ്റക്ഷന്, സ്പെസിഫിക് ഡയഗ്നോസ്റ്റിക് അതൊക്കെ ഏത് പ്രോബ്ലംസിലാ വരാന്ന് ചോദിക്കും. പ്രോബ്ലംസ് ലിസ്റ്റിലിട്ടാ അത് അണ്ടർലൈൻ ചെയ്യാം. അബ്നോർമൽ ഫൈൻഡിങ്, ഫിസിയോളജി ഡിറ്റക്ഷൻ ഒക്കെ അണ്ടർലൈൻ ചെയ്യാം. പിന്നെ ഒന്നുമില്ല. ഇനീഷ്യൽ പ്ലാൻസില് പേഷ്യന്റ് എഡ്യൂക്കേഷൻ അണ്ടർലൈൻ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് പേഷ്യന്റ് എഡ്യൂക്കേഷൻ ഏത് പ്ലാൻസിൽ പെടും. ഇനീഷ്യൽ പ്ലാൻസ് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ. പിന്നൊന്നും പറയുന്നില്ല. തെറാപ്പി ഒക്കെ ഓർത്തിരുന്നോ? പിന്നെ ഇൻസ്ട്രക്ട് ദ പേഷ്യന്റ് അബൌട്ട് ദ കണ്ടീഷൻ, ട്രീറ്റ് ദ കണ്ടീഷൻ. പേഷ്യന്റിന്റെ എല്ലാ കണ്ടീഷനും ഇനീഷ്യൽ പ്ലാൻസിൽ ഇട്ടാം. പേഷ്യൻസിന്റെ എല്ലാ കണ്ടീഷൻ, ട്രീറ്റ് ചെയ്യണ കണ്ടീഷനും ഇൻസ്ട്രക്ട് ചെയ്യണ പേഷ്യന്റിന്റെ കണ്ടീഷൻസിനെ അണ്ടർലൈൻ കണ്ടീഷൻ ഓർത്താൽ മതി. ഇനി പ്രോഗ്രസ് നോട്ടില് ആദ്യം ഫോളോ അപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ SOIP ഫുൾ ഫോം എഴുതിട്ടോ. നമ്മുടെ താഴെ പഠിക്കേണ്ടത് SOIP എന്താ? സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ്, അസസ്മെന്റ്, പ്ലാൻ. സബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സിംപ്റ്റോമാറ്റിക്, ലക്ഷണങ്ങൾ കണ്ടിട്ട് പേഷ്യന്റിനോട് സംസാരിച്ചു, അവരെ ലക്ഷണങ്ങൾ കണ്ട് നമ്മൾ വിലയിരുത്തും. ഒബ്ജക്റ്റീവ് എന്താ? മെഷറബിള്, ഒബ്സർവബിള്, എന്തെങ്കിലും അടയാളം കണ്ടിട്ട്. പിന്നെ നമ്മൾ നിരീക്ഷിക്കും പേഷ്യന്റിനെ, ഇല്ലേ? ഒബ്സർവ് ചെയ്യും. എന്തെങ്കിലും പേഷ്യന്റ് അസുഖമായിട്ട് വരുമ്പോൾ പറയും 2 ദിവസം ഇവിടെ കിടക്കും, ഒബ്സർവേഷൻ ഇടാം, നാളെ പേഷ്യന്റിന്റെ കണ്ടീഷൻ നോക്കിയിട്ട് വിടാന്ന് പറയും, ഇല്ലേ? അപ്പൊ ഒബ്സർവ് ചെയ്തിട്ട് നമ്മള് അതാണ് ഒബ്ജക്റ്റീവ്. പിന്നെ അസസ്മെന്റ് മെത്തേഡ് എന്താ? നമ്മളെങ്ങനെ പേഷ്യന്റിനെ വിലയിരുത്തണേന്ന്. എങ്ങനെ വിലയിരുത്തണേ? പേഷ്യന്റിന്റെ മതിപ്പ്, പ്ലാന് നമ്മൾ എന്തൊക്കെ നോക്കും. ആ പേഷ്യന്റിന്റെ അപ്പോഴത്തെ കണ്ടീഷൻ, ഇന്റർപ്രിട്ടേഷൻ, ഒരു ഇംപ്രഷൻ നമുക്ക് കാണുമ്പോ തന്നെ പേഷ്യന്റിനാവും ഇംപ്രഷൻ. പിന്നെ പ്രസന്റ് കണ്ടീഷൻ, ആ സമയത്തുള്ള പേഷ്യന്റിന്റെ കണ്ടീഷൻ, നമ്മൾ അതൊക്കെ നോക്കിയല്ലേ പേഷ്യന്റിനെ വിലയിരുത്താം, അല്ലേ? അപ്പൊ അതാണ് അസസ്മെന്റ്, വിലയിരുത്തുക. എങ്ങനെ വിലയിരുത്തും? ഇന്റർപ്രിട്ടേഷൻ, ഇംപ്രഷൻ, പ്രസന്റ് കണ്ടീഷൻ. പിന്നെ പ്ലാൻ ഒന്നുമില്ല, പ്ലാൻ തന്നെ. ലാസ്റ്റ് പോയിന്റ് അണ്ടർലൈൻ ചെയ്തിട്ടോ. വാട്ട് ഇസ് ഷോപ്പിംഗ്? എന്താണ് ഷോപ്പിംഗ് നോക്കൂ. എന്താ ഷോപ്പിംഗ്? ദ റൈറ്റിംഗ് ഓഫ് പ്രോഗ്രസ് നോട്ട് ഈസ് ദ POMR ഫോർമാറ്റ് ദ റെക്കോർഡ് ആസ്. POMR ഫോർമാറ്റ് ചെയ്യണത്. ഫോർമാറ്റ് ചെയ്യണത്, റെഫർ ചെയ്യണതാണ് ഷോപ്പിംഗ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, അണ്ടർലൈൻ ചെയ്താ? റൈറ്റിംഗ് ഓഫ് പ്രോഗ്രസ് നോട്ട്, POMR ഫോർമാറ്റ് ചെയ്യണതാണ് ഷോപ്പിംഗ്. നെക്സ്റ്റ് എന്താ? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ്. പിന്നെന്താ? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ്. മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ നമ്മൾ യോജിച്ച് ഒരുമിച്ച് കൂട്ടി വെക്കാം. ഓക്കെ, മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ യോജിച്ച് ഒരുമിച്ച് കൂട്ടി വെക്കാം. അതാണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ്. എങ്ങനെയാണ് നമ്മൾ ഇത് കൂട്ടി യോജിച്ച് വെക്കാം? എന്ത് ഓർഡറിൽ വെക്കും? ക്രോണോളജിക്കൽ ഓർഡറിൽ. ഓൾ ഫോംസ് ആർ എങ്ങനെ? ക്രോണോളജിക്കൽ ഓർഡർ. അണ്ടർലൈൻ ചെയ്യാം. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് എങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്ത് വെക്കാം? ക്രോണോളജിക്കൽ ഓർഡർ. അണ്ടർലൈൻ ചെയ്താ? ചെയ്യൂ. 1 മിനിറ്റ്. മേഘ ചെയ്തു, സുസ്മിത ചെയ്തു. കുറച്ചു നേരം റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഒരു സുഖമാണ്.
അല്ലെങ്കിൽ ബോറടിക്കും. തമ്പെങ്കിലും ഇടക്കിടക്ക് ഇങ്ങനെ പ്രത്യക്ഷമാകുമ്പോൾ അതിൽ നമ്മൾ നോക്കും. ഓക്കെ ചെയ്തു ഓക്കെ 20 പേരായില്ല, കുറെ പേര് ലെഫ്റ്റ് ആയി പോയല്ലേ. ആകെ 20 പേരായി. ഇനി 3 മണിയായപ്പോ കുറെ കാലായി. കുറച്ചും കൂടെ ഉള്ളു, 2 പേരും കൂടി കഴിഞ്ഞ് തീർന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സിൽ എല്ലാ ഫോമും ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും. On the nursing station is the most current entries will be at the beginning the record. On the discharge it will be reorganized so that the complete medical record reads from admission to discharge. The camera open la. Okay. അപ്പൊ എന്താ പറഞ്ഞേ നമ്മൾ പറഞ്ഞു നഴ്സിംഗ് സ്റ്റേഷനില് നഴ്സിംഗ് സ്റ്റേഷൻ ഇസ് മോസ്റ്റ് എന്ന് വെച്ചാല് നഴ്സിംഗ് സ്റ്റേഷനിൽ ആദ്യം അവിടെ എന്തായിരിക്കും, നഴ്സുമാർ ഇതില് റെക്കോർഡ്സുകൾ ഉണ്ടാവും ഇഷ്ടം പോലെ, TPR ചാർട്ട്, പിന്നെ ഈ നഴ്സുമാര് മരുന്ന് കൊടുക്കുന്ന നോട്ട്സ് ഒക്കെ, നഴ്സിംഗ് നോട്ട്സ്, അതൊക്കെ നഴ്സിംഗ് സ്റ്റേഷനിലാണ്. നഴ്സുമാർ ഇരിക്കുന്ന റൂമില്ലേ, അതാണ് നഴ്സിംഗ് സ്റ്റേഷൻ. അവിടെ നമ്മൾ കറന്റ് എൻട്രീസ് വിൽ ബി ദ ബിഗിനിങ് ഓഫ് ദ റെക്കോർഡ്, തുടക്കം മുതലുള്ള റെക്കോർഡ് അവിടെ ഉണ്ടാവും. ബിഗിനിങ്, ആ പേഷ്യന്റ് വന്നു ബിഗിനിങ് ആയിട്ടുള്ളതും പിന്നെ ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടുള്ളതും അങ്ങനെയുള്ള എല്ലാ റെക്കോർഡും എവിടെ ഉണ്ടാവും നഴ്സിംഗ് സ്റ്റേഷനിൽ ഉണ്ടാവും. അപ്പൊ നഴ്സിംഗ് സ്റ്റേഷൻ ഇസ് മോസ്റ്റ് കറന്റ് എൻട്രി വിൽ ബി അറ്റ് ദ ബിഗിനിങ് റെക്കോർഡ്, ഡിസ്ചാർജ് വിൽ ബി റീഓർഗനൈസ്ഡ്, കംപ്ലീറ്റ് മെഡിക്കൽ റെക്കോർഡ്സ്. അഡ്മിഷനിൽ തുടങ്ങി ആ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആയപ്പോ തുടങ്ങി ഡിസ്ചാർജ് ആയിട്ട് പോയിട്ട് വരെയുള്ള എല്ലാ മെഡിക്കൽ റെക്കോർഡും എവിടെ ഉണ്ടാവും ഹോസ്പിറ്റൽ അവരെ നഴ്സിംഗ് സ്റ്റേഷനിൽ ഉണ്ടാവും. അതാണ് അവിടെ പറഞ്ഞത്. അപ്പൊ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സിന്റെ കാര്യം പറഞ്ഞാൽ എല്ലാ ഫോമും ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും. അതുപോലെ തന്നെ നഴ്സിംഗ് സ്റ്റേഷനിൽ ഇന്ന റെക്കോർഡുകൾ ഉണ്ടാവും, ബിഗിനിങ് റെക്കോർഡ്, ഡിസ്ചാർജ് റെക്കോർഡ്, കംപ്ലീറ്റ് അഡ്മിഷനോ ഡിസ്ചാർജ് റെക്കോർഡ്. പിന്നെന്താ പറഞ്ഞേ, സോ എ പേഷ്യന്റ് റെക്കോർഡ്, പേഷ്യന്റിന്റെ റെക്കോർഡ് ഉണ്ടാവും. മേ ഹാവ് ഹിസ്റ്ററി, എന്താണ് അതിലുണ്ടാവുക, അവരെ ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷൻ, ഫോളോവഡ് പ്രോഗ്രസ്, പിന്നെ നഴ്സ് നോട്ട്, എക്സ്റേ റിപ്പോർട്ട്, പിന്നെ അഡീഷണൽ പ്രോഗ്രസ് നോട്ട്, കൺസൾട്ടേഷൻ റിപ്പോർട്ട്സ്, ഇങ്ങനെ എല്ലാവരും അടങ്ങിയിരിക്കുന്ന പേഷ്യൻസിന് ഒരു റെക്കോർഡ് ഉണ്ടാവും. അതാണ് പേഷ്യൻസ് റെക്കോർഡ്. ഓക്കെ, അപ്പൊ പേഷ്യൻസ് റെക്കോർഡിൽ എന്തൊക്കെ ഉണ്ടാവും ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷൻ, പ്രോഗ്രസ് നോട്ട്, നഴ്സ് നോട്ട്, എക്സ്റേ റിപ്പോർട്ട്, അഡീഷണൽ പ്രോഗ്രസ് നോട്ട്സ്, കൺസൾട്ടേഷൻ റിപ്പോർട്ട്സ്, ഇതൊക്കെ പേഷ്യൻസിന്റെ റെക്കോർഡ്സിൽ ഉണ്ടാവും. പേഷ്യൻസിന്റെ റെക്കോർഡ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ വലിയ റെക്കോർഡ് ഇല്ലേ, മെഡിക്കൽ റെക്കോർഡ്. നമ്മൾ മുമ്പ് പഠിച്ചു, ഫസ്റ്റ് തുടങ്ങി നമ്മൾ മെഡിക്കൽ റെക്കോർഡാണ് പഠിക്കണേ. അതിൽ ഫസ്റ്റ് പേഷ്യന്റ് വന്നു, പേര് ചോദിച്ചു, അഡ്മിഷൻ എടുത്തു, ഏജ് എടുത്തു, മെയിൽ ആണോ ഫീമെയിൽ ആണോ, ജെൻഡർ ഒക്കെ നോക്കി നമ്മൾ പേഷ്യൻസിന്റെ അസുഖം കണ്ടുപിടിച്ചു, പിന്നെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് എഴുതി, എല്ലാം ചെയ്ത ഒരു വലിയ റെക്കോർഡ് ഇല്ലേ, അതാണ് പേഷ്യൻസ് റെക്കോർഡ്. അതിൽ ഈ പറഞ്ഞ എല്ലാ റിപ്പോർട്ട്സും ഉണ്ടാവും. എക്സ്റേ ഉണ്ടാവും, അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പ്രോഗ്രസ് റിപ്പോർട്ട്സ് ഉണ്ടാവും. ഓക്കെ, പക്ഷെ നഴ്സിംഗ് സ്റ്റേഷനിലുള്ള റിപ്പോർട്ട്സിൽ, നഴ്സിംഗ് സ്റ്റേഷനിൽ എന്തുണ്ടാവും, ബിഗിനിങ് ഓഫ് ദ റെക്കോർഡ്, അവിടെ തുടക്കത്തിൽ തുടങ്ങിയുള്ള റെക്കോർഡില് ഈ പറഞ്ഞ എല്ലാരും ഡിസ്ചാർജ് ചെയ്ത് അഡ്മിഷൻ അവരുടേതായ കാര്യങ്ങൾ നഴ്സിംഗ് സ്റ്റേഷനിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ്. മെഡിക്കൽ റെക്കോർഡ്സിന്റെ എല്ലാരും കൂടി കൂട്ടി വെക്കണം, ഒരു സമയം യോജിപ്പിച്ച് വെക്കണം, ഇന്റഗ്രേറ്റ് ചെയ്യണം. നെക്സ്റ്റ് അതിന്റെ അഡ്വാൻറ്റേജ്, ഇങ്ങനെയൊക്കെ വെക്കണോണ്ട് എന്ത് ഗുണമുണ്ടെന്ന് നോക്കാം നമുക്ക്. അഡ്വാൻറ്റേജ്, എന്താ അഡ്വാൻറ്റേജ്? All information on a particular episode is shared together, thus giving an exact picture of the patient's illness and response to treatment. A patient's progress can be decided rapidly. എന്താ നമ്മൾ ഇങ്ങനെ പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, കറക്റ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും ക്രോണോളജിക്കൽ ഓർഡറിലാണ് നഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ എന്താ പേഷ്യൻസിന്റെ റെക്കോർഡ്സിൽ എല്ലാരും ഉണ്ടാവും അല്ലേ, എക്സ്റേ എല്ലാരും പേഷ്യൻസിന്റെ റെക്കോർഡ്സിൽ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഉണ്ടാവണതിന്റെ ഒരു ഗുണം എന്താ, പേഷ്യൻസിന് നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടി, കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, പരിചരണത്തിന് വേണ്ടി ഒരു പ്രത്യേക സ്ഥലത്ത് പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോ ഈ വിവരങ്ങളൊക്കെ നമ്മൾ ഒരുമിച്ചാ കൊണ്ടുപോണേ അല്ലേ. ഈ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ എന്താ, രോഗിയുടെ രോഗത്തെ കുറിച്ചും രോഗിയുടെ പ്രോഗ്രസിനെ കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ടൊരു പിക്ചർ കിട്ടും.
അത് നല്ല ഐഡിയ അല്ലേ? എല്ലാ കാര്യങ്ങളും എന്തിലുണ്ട്? പേഷ്യൻസിന്റെ റെക്കോർഡ്സിലുണ്ട്. അതൊരു ഗുഡ് നല്ല കാര്യമാണ്. നേരത്തെ നമ്മളൊരു അഡ്വാൻറ്റേജ് പറഞ്ഞില്ലേ, SOMRന്റെ അഡ്വാൻറ്റേജ് പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഇതിലും. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഓൾ ഇൻഫർമേഷൻ പർട്ടിക്കുലർ, എവിടെയെങ്കിലും ഒരു പ്രത്യേക കെയറിനായിട്ട് പേഷ്യൻസിനെ കൊണ്ടുപോയാൽ അവിടെ എന്താ എല്ലാ എക്സാക്ട് പിക്ചർ, പേഷ്യൻസിന്റെ ഇൽനെസ്, അസുഖമായിട്ട് ബന്ധപ്പെട്ട ഫുൾ പിക്ചർ കിട്ടും. പേഷ്യൻസ് ട്രീറ്റ്മെന്റിന് റെസ്പോൺസ് ചെയ്തിട്ടുണ്ടോന്ന് അറിയും. പേഷ്യൻസിന് എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോന്ന് അറിയാൻ പറ്റും. അതൊക്കെ നമുക്ക് പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് പേഷ്യൻസിന് നമ്മൾക്ക് ഡിസീസ് ഒക്കെ എന്താന്നുള്ളത് പെട്ടെന്ന് അറിയാൻ പറ്റും. എല്ലാ റിപ്പോർട്ട്സും നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിലും ഈ റിപ്പോർട്ട്സും കൊണ്ടാ പോണത്. അപ്പൊ പെട്ടെന്ന് അറിയാൻ പറ്റും. പക്ഷേ ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അതെന്താണ്? സിമിലർ ഇൻഫർമേഷൻ ഈസ് ഡിഫിക്കൽട്ട് ടു ബി കമ്പയർഡ് because all reports of one type are not together in the record. Fasting blood sugar level only one individual can record a thing. എന്നുവെച്ചാൽ എന്താ, ഇതിലൊരു ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു, ഫയലിലാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റും. ആ പേഷ്യന്റിന് പെട്ടെന്ന് നമുക്ക് പ്രോഗ്രസ് ഉണ്ടോ, ട്രീറ്റ്മെന്റ് എന്താ കൊടുത്തേക്കണെന്ന് പെട്ടെന്ന് അറിയാൻ പറ്റും. പക്ഷേ ഇതുപോലെ നമ്മൾ സെയിം ഇൻഫർമേഷൻ, സിമിലർ ആയ ഒരേപോലുള്ള ഇൻഫർമേഷൻ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ്. അത് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഡിഫിക്കൽട്ട് ആയി നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും. എന്താ, ഈ എല്ലാ റിപ്പോർട്ട്സും ഒരുമിച്ച, ഓൾ റിപ്പോർട്ട്സ് ഓരോ ടൈപ്പ് ഒക്കെ ഇങ്ങനെ ഇരിക്കണേ ഒക്കെ ഒരുമിച്ചാണ്. അപ്പൊ ഒരു തരത്തിലുള്ള എല്ലാ റിപ്പോർട്ട്സുകളും റെക്കോർഡ്സിൽ ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്നു. അപ്പൊ ഒന്നിച്ച് ടുഗദർ എന്താ ഈ റെക്കോർഡ് ഇരിക്കുമ്പോൾ നമുക്കത് അതിൽ നിന്ന് ഓരോന്ന് എടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ അതിനെന്താ പറ്റുക, കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഏകദേശം ഒക്കെ ഒരുപോലെ ആയിട്ട് തോന്നും, സിമിലർ ആയിട്ട് തോന്നും. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവല്, എക്സാമ്പിൾ പറഞ്ഞേക്കണ എന്താ നമ്മള് ഫാസ്റ്റിംഗില് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബ്ലഡ് ഷുഗർ നോക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതിൽ പഞ്ചസാരയുടെ അളവ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും അല്ലേ? നമുക്ക് പഞ്ചസാരയുടെ അളവ് അറിയാൻ പറ്റും. ഓൺലി വൺ ഇൻഡിവിജ്വൽ ക്യാൻ റെക്കോർഡ് അറ്റ് എ, ഒരാൾക്ക് ഒരു വ്യക്തിക്ക് ഒരു റെക്കോർഡ് എന്ന പോലെ, ഒരു വ്യക്തിക്ക് ഒരു റെക്കോർഡ് മാത്രമേ ആ സമയത്ത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? ഇപ്പൊ ഒരാള് ഫാസ്റ്റിംഗിൽ അയാൾ ബ്ലഡ് ഷുഗർ നോക്കാൻ പോവുകയാണെങ്കിൽ അയാൾക്ക് അന്നത്തെ അയാളുടെ മാത്രമല്ല അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് റെക്കോർഡ്സുകൾ, ഒരേപോലെ എല്ലാ റെക്കോർഡ്സും ഇരിക്കുകയാണ്. അപ്പൊ അയാളുടെ എല്ലാ ഫയലും അതിലുണ്ട്. പക്ഷെ ഡോക്ടർ ഇങ്ങനെ നോക്കുന്ന സമയത്ത്, കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡോക്ടർക്ക് പെട്ടെന്ന് തിങ്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ഒരേപോലെ ഇരിക്കുന്ന പോലെ തോന്നും. സിമിലർ ഇൻഫർമേഷൻ ഡിഫിക്കൽട്ട് ആയിട്ട് ഒരേപോലെ ഇരിക്കുന്ന തോന്നും, കമ്പയർ ചെയ്യാൻ പറ്റില്ല ഓൾ റിപ്പോർട്ട്സ്. ഓക്കെ, അത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ പോലെ ഇരിക്കും എന്നാണ് പറഞ്ഞത്. ഒരാൾക്ക് ഒരു റെക്കോർഡ് എന്ന പോലെ, ഒരാൾക്ക് ഇൻഡിവിജ്വൽ ക്യാൻ റെക്കോർഡ് ചെയ്യും, ഒരാൾക്ക് ഒരു റെക്കോർഡ് എന്ന പോലെയാണ്. ഓക്കെ, അതിലൊന്നും വലിയ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. നമ്മുടെ പാഠം തീർന്നു. ഞാൻ ക്വസ്റ്റ്യൻസ് വന്നത് പറയാം. നമ്മൾ എവിടെ വരെയും പറഞ്ഞു? സോപ്പിംഗ് പറഞ്ഞില്ലേ? The writing of progress notes in the POMR format is often referred as to dash എന്ന് ചോദിക്കുകയാണെങ്കിൽ സോപ്പിംഗ്. ചിലപ്പോ ഈ സോപ്പിംഗ് എന്ന് പറയുന്നത് SOAP ഉണ്ടാ. ഓക്കെ, ഇനി ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സിൽ ക്രോണോളജിക്കൽ ഓർഡർ അണ്ടർലൈൻ ചെയ്തിട്ടോ, എല്ലാത്തിലും ക്രോണോളജിക്കൽ ഓർഡർ മിക്കതിലും വരും, അണ്ടർലൈൻ ചെയ്തിടാ. പിന്നെ നഴ്സിംഗ് സ്റ്റേഷനിൽ എന്തൊക്കെ പെടുന്നു? ചിലപ്പോൾ ഡിസ്ചാർജ് വിൽ ബി റെക്കഗ്നൈസ്ഡ്, കംപ്ലീറ്റ് മെഡിക്കൽ റെക്കോർഡ് റീച്ച് അഡ്മിഷൻ ടു ഡിസ്ചാർജ് ചോദിക്കും. പിന്നെ ഏതാ, നഴ്സ് നോട്ട്, എക്സ്റേ റിപ്പോർട്ട്, അഡീഷണൽ പ്രോഗ്രസ്, കൺസൾട്ടേഷൻ റിപ്പോർട്ട്സ് ഒക്കെ വെച്ച് ഇൻക്ലൂഡ്, ഏതിലാണ് ഇൻക്ലൂഡ് ആയേക്കണേന്ന് ചോദിക്കും. അതൊക്കെ പേഷ്യൻസ് റെക്കോർഡിലാണ് ട്ടോ, ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് അല്ല, പേഷ്യൻസ് റെക്കോർഡ്സിൽ. ഇതൊക്കെ എവിടെ ഇൻക്ലൂഡ് ആയേക്കണേ? പേഷ്യൻസിന്റെ റെക്കോർഡ്സിൽ. ഓക്കെ, അവിടെ എത്രയേ ഉള്ളൂ. പിന്നെ പിന്നൊന്നുമില്ല, പിന്നൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല കേട്ടോ, വരാൻ സാധ്യത ഇല്ല, വിടൂലായിരിക്കും. ഓക്കെ, ഓക്കെയാണ്. അപ്പൊ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സ് ഇതോടുകൂടി തീർന്നു. എല്ലാവരും വായിച്ചു നോക്കാം, അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞതൊക്കെ ചെയ്യാം. പിന്നെ ഒരു കാര്യം, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഏത് ബുക്ക് കൊണ്ടിട്ടാം? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ
നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നമ്മുടെ പുതിയ ചാപ്റ്റർ എടുത്ത് തുടങ്ങും. ഏതാണ്? ഡിസാസ്റ്റർ മാനേജ്മെന്റ്. എല്ലാവർക്കും ഇല്ലേ ഡിസാസ്റ്റർ മാനേജ്മെന്റ്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് എല്ലാവരുടെ കയ്യിലുണ്ടാ? ഉണ്ട്. ഇല്ലാത്തവര് PDF ഗ്രൂപ്പ്, നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ PDF ഇട്ടിട്ടുണ്ടാവും. ഇല്ലാത്തവരെ അത് നോക്കാം. പ്രിന്റ് എടുക്കാൻ പറ്റുന്നവര് പ്രിന്റ് എടുക്കാം. നമുക്ക് എന്തായാലും വേണ്ടില്ല, പ്രിന്റ് എടുത്താലും നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമ്മൾ എന്ന് സ്റ്റാർട്ട് ചെയ്യൂ? ഇനി നമുക്ക് എന്താ ക്ലാസ്? ചാപ്റ്റർ 14. ഇല്ലാത്തവര് ചാപ്റ്റർ 14 എടുക്കാം. എന്നിട്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ടാവും അല്ലേ? ഫ്രൈഡേ. ഓക്കെ, അപ്പൊ അടുത്ത ഫ്രൈഡേ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആയിട്ട് കാണും. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു. അതിന്റെ പേര് ഓക്കെ, വെൽക്കം.